അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരുത്തി ഭർത്താവിന്റെ വീട്ടിൽ ഉറച്ചു നിപ്പുണ്ടോ? എല്ലായിടത്തും പ്രശ്നമാ. ആനന്ദ മാഷിന്റെ അടിമയായ രഘു മാത്രം അമ്പിളിയും കൊണ്ട് നടക്കുന്നുണ്ട്. അതും എത്ര കാലത്തേക്കാണെന്ന് ആർക്കറിയാം. അല്ല, ആനന്ദ മാഷും ഇളയ മകളും ഇവിടുത്തെ ഗോകുലിനോട് കാണിച്ചത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാലോ. അതൊക്കെ വിട് സുശീലേച്ചി. ഇപ്പോഴത്തെ കുട്ടികളുടെ ഓരോ രീതികളല്ലേ. ആനന്ദമാഷ് ഞങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇപ്പൊ തന്നെ ഗോകുലിനോട് ജാമ്യത്തിൽ ഇറങ്ങാൻ മാഷ് അവനോട് സംസാരിക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. ആണോ? അല്ല, അതൊക്കെ നല്ല കാര്യം തന്നെ. അതെ, നമുക്കേ ആനന്ദമാഷിന്റെ മക്കളുടെയും കാര്യം വിടാം. എന്നിട്ടേ നമുക്ക് നമ്മുടെ മക്കളുടെ കാര്യം സംസാരിക്കാം. ഗോകുല് ജയിലിൽ നിന്ന് വന്ന അവനെ കൊണ്ട് ഉടനെ ഒരു കല്യാണം കഴിപ്പിക്കണമെന്നാ എന്റെ ആഗ്രഹം. അല്ലെങ്കിൽ അവന്റെ ജീവിതം ഒന്നും അല്ലാണ്ടായി പോവും. അവന് മാത്രം മതിയോ സാവിത്രി കല്യാണം? ഇന്ദുവിനെയും നല്ലൊരു ഭർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കണ്ടേ? അല്ലാതെ അവളെ ഇവിടെ നിർത്തി ഗോകുലിനെ കല്യാണം കഴിപ്പിക്കുന്നത് എങ്ങനെയാ സാവിത്രി? ഇന്ദുവിന് പറ്റിയ ഒരു ആലോചന വരണ്ടേ സുശീലേച്ചി? അതൊക്കെ വരും. ഈ സുശീല കൊണ്ടുവരും. ഇന്ദുവിന് പറ്റിയ നല്ലൊരാലോചന. ആ മോൾക്കേ ഇങ്ങനൊരവസ്ഥ വരാൻ കാരണക്കാരൻ എന്റെ സത്യനും കൂടിയാ. അതിനെനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം സാവിത്രി. നീ സമാധാനായിട്ടിരിക്കേ. ഇന്ദുവിന്റെ കല്യാണം ഗോകുലിന്റെ കല്യാണം നമ്മൾ ഒരുമിച്ച് നടത്തും. അല്ല, സുശീലേച്ചിയുടെ മനസ്സില് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അതൊക്കെ ഉണ്ടെന്നേ. ഒന്നും കാണാതെ സുശീല വെറും വാക്ക് പറയില്ലല്ലോ സാവിത്രി. നീ എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. അപ്പോഴേക്കും സച്ചി സാറും വരും. നമുക്ക് ഇന്ന് തന്നെ ഇന്ദുവിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയേക്കാം. അതുപോലെ. ശരി ചേച്ചി, ഞാൻ ചായ എടുക്കാം. ശരി, ചെല്ലേ. അല്ല, ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ വന്ന്? ഇല്ലെങ്കിൽ ഇവിടുന്ന് കഴിക്കാം. ഇപ്പൊ അതൊന്നും വേണ്ട. നീ ഒരു ചായ തന്നാ മാത്രം മതി. എന്നാ ശരി. ചെല്ല്. മാഷേ, ഗോകുൽ, നിന്നെ ഈ അവസ്ഥയിൽ കാണാൻ വയ്യാത്തതുകൊണ്ടാ ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വരാതിരുന്നു. അതൊക്കെ എനിക്കറിയാം മാഷേ. എങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു. ഇപ്പോഴെങ്കിലും മാഷിനെ ഒന്ന് കാണാൻ പറ്റില്ല. നീ എന്താ ഗോകുൽ, പുറത്തിറങ്ങാൻ അവസരം ഉണ്ടായിട്ടും ഇതിനകത്ത് തന്നെ ഇങ്ങനെ കഴിയുന്നത്? ഇനി നിന്റെ ജാമ്യാപേക്ഷയെ പോലീസ് എതിർക്കില്ല. കോടതി അനുവദിച്ച നിനക്ക് ഇവിടുന്ന് പുറത്തിറങ്ങി കൂടെ ഗോകുൽ? ഞാൻ പുറത്തിറങ്ങിയ മഞ്ചാടി വെറുതെ ഇരിക്കുമെന്ന് മാഷിന് തോന്നുന്നുണ്ടോ? എനിക്കവളെ പേടിയുണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ മാഷിന് മകളെന്നൊരു ഭീഷണിയായിരിക്കും. ഞാനും നീയും അവളുടെ നന്മ മാത്രമല്ലേ ഗോകുൽ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും അവൾ ആവശ്യപ്പെടുമ്പോൾ ജീവൻ രാജിനെ കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ അവളോടൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാറുണ്ട്. ഒടുവിൽ അവിടുന്ന് കിട്ടിയ വിവരം ജീവൻ രാജ് മുംബൈയിൽ ഏതോ മയക്കുമരുന്ന് സംഘത്തിന്റെ കൂടെയാണെന്നാ. മഞ്ചാടി അത് വിശ്വസിച്ചിട്ടില്ല. പക്ഷേ സത്യം അതാണെങ്കിൽ എന്റെ മകൾ അത് ഉൾക്കൊണ്ടല്ലേ പറ്റൂ. അതുകൊണ്ടൊക്കെയാ ഞാൻ പറഞ്ഞത്, ഗോകുലിന് ജാമ്യം കിട്ടാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അപ്പോഴേക്കും ജീവൻ രാജിനെ പോലീസ് കണ്ടെത്തി അവനെ തിരിച്ചെത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവന്റെ നാട് കടത്തിയത് ഞാനാണെങ്കിലും അക്കാര്യം മാഷിനറിയായിരുന്നുവെന്ന് അവൻ മഞ്ചാടിയോട് പറഞ്ഞാലോ? പറയട്ടെ. അവൻ ഒരു തെറ്റും ചെയ്യാതെ തിരിച്ചു വന്നാലല്ലേ മഞ്ചാടിയെ കാണാനും അവളോട് സംസാരിക്കാനൊക്കെ അവന് പറ്റൂ. അങ്ങനെ എങ്ങാനും അവൻ വരികയാണെങ്കിൽ ഉറപ്പാ എന്റെ മോളെ ഞാൻ അവന് കൊടുക്കും. സന്തോഷത്തോടെ അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ളതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. അതായിരിക്കും ഗോകുൽ ഞാൻ അവരോട് ചെയ്യുന്ന പ്രായശ്ചിത്തം.
അവൻ ഏതെങ്കിലും കേസിലെ പ്രതിയായിട്ടാണ് വരുന്നതെങ്കിൽ അവനൊരു ചതിയനായിരുന്നു എന്ന് ഇനിയെങ്കിലും മഞ്ചാടി തിരിച്ചറിയണം. അവൾക്ക് സംഭവിച്ച തെറ്റിന്റെ ശിക്ഷയായിരുന്നു അവളെ ഇതുവരെ വേട്ടയാടിയിരുന്നതെന്ന് അവൾ മനസ്സിലാക്കണം. അതിന് മഞ്ചാടിക്ക് സാധിക്കുമെന്ന് മാഷിന് തോന്നുന്നുണ്ടോ? സാധിക്കണം ഗൂഗിൾ, സാധിച്ചേ പറ്റൂ. അവൾക്ക് കരുത്തായി ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. എന്റെ മോൾക്ക് അതിന് സാധിക്കുമെന്ന് തന്നെയാ എന്റെ ഇപ്പോഴത്തെ വിശ്വാസം. ഇല്ലെങ്കിൽ അതെന്റെ വിധിയാണെന്ന് ഞാൻ കരുതിക്കൊള്ളാം. അയ്യോ, മാഷ് വിഷമിക്കല്ലേ, എല്ലാം ശരിയാവും. മാഷ് ധൈര്യമായിട്ടിരിക്കും. ശരിയാവണം. ഗൂഗിളിന്റെ അമ്മയും അച്ഛനും അനീതിയും ഒക്കെ എന്നേക്കാൾ വിഷമത്തിലാണ് കഴിയുന്നത്. അവരെയൊക്കെ ഓർത്തെങ്കിലും നീ തിരിച്ചു വരണം മോനെ. വരാം മാഷെ, ഞാൻ വരാം. അച്ഛനോട് വക്കീലുമായിട്ട് സംസാരിക്കാൻ മാഷൊന്ന് പറയണം. ശരി, ഞാൻ പറയാം. ഗൂഗിൾ, ഇനി നീ തിരിച്ചു വന്നിട്ട് നമുക്ക് കാണാം. ഞാൻ പോട്ടെ. ശരി മാഷെ, കാണാം. വാ, ഇങ്ങോട്ട് വാ. സെല്ലോട്ട് പോക്കൂ. സത്യം പറഞ്ഞ എന്റെ മൂത്ത മകൻ ഇന്ദ്രൻ എത്രയോ വലിയ നിലയിലെത്തേണ്ടതായിരുന്നു. അനുപമയെ കല്യാണം കഴിച്ചുകൊണ്ട് മാത്രം അവൻ ഇന്ന് ഈ നിലയിലെത്തിയത്. ഇനി അവൻ അങ്ങോട്ട് നല്ല സമയം സാവിത്രി. രാജയോഗോ ജാതകത്തില്. അല്ല, അത് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടിയിലൂടെ ആയിരിക്കണമെന്നും പറയുന്നുണ്ട്. സച്ചേട്ടനോ? ആഹാ, സച്ചി സാർ ഇത്ര വേഗം ഇങ്ങെത്തിയോ? സാവിത്രി, സാറിന് ചായ കൊടുക്ക്. ചായ വേണോ സച്ചേട്ടൻ? ഏതായാലും ഒരു കപ്പ് ചായ ആവാം. സുശീല പറഞ്ഞതുമല്ലേ. ഞാൻ എടുക്കാം. വാ, അങ്ങോട്ടിരിക്കാം. ആ, സുശീല ഇരിക്കും. അല്ല, ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുകയായിരുന്നു.